ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പറമ്പ് ഈ കായെടുപ്പൊക്കെ ആയതുകൊണ്ട് പണിക്കാർക്ക് കൊടുത്തുവിടാൻ വട്ടയപ്പം ഉണ്ടാക്കുവാണോ? കായെടുക്കുന്നവർക്ക് എണ്ണപ്പലഹാരം ഒന്നും വേണ്ടെന്നാ പറഞ്ഞു. അതുകൊണ്ട് ഞാനേ അവരിന്നലെ പറഞ്ഞു കായെടുക്കാൻ വരുമ്പോൾ അവർക്ക് എണ്ണപ്പലഹാരം വേണ്ട, കടയിൽ നിന്ന് മേടിക്കുന്നതും വേണ്ടെന്ന്. അതുകൊണ്ട് വട്ടയപ്പത്തിന് രാവിലെ അരച്ചു വെച്ചായിരുന്നു. ഇന്നലെ വൈകിട്ട് അരി വെള്ളത്തിയിട്ടേ രാവിലെ അരച്ചു വെച്ചു. ഇപ്പം നല്ല വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കോരി ഒഴിച്ചേ പാത്രത്തിലോട്ട് വെച്ചേ ഉണ്ടാക്കാം. അതിന് ഇതേ പാത്രത്തെ പിടിക്കാതിരിക്കാനേ വെളിച്ചെണ്ണ. ഇത് എനിക്കും കൂടെ ഒരെണ്ണം ഉണ്ടായിക്കോട്ടെ. അത് ശരി, നിനക്ക് വട്ടയപ്പം ഇഷ്ടമല്ലേ? ഫസ്റ്റത്തെ അവർക്കാണേ, അവർക്ക് കൊടുത്ത് വിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് പാത്രത്തെ ഇങ്ങനെ എണ്ണ തൂക്കുവാണെങ്കിലേ ഒട്ടും പിടിക്കുകയല്ല. അപ്പം നമുക്ക് ഇഡലിയുടെ തട്ടെടുത്തേ അങ്ങോട്ട് തിരിച്ചു വെക്കണം, ഇങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഇതിന്റെ മണ്ടയിലോട്ട് ഈ പാത്രം ഇങ്ങനെ വെക്കണം. വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും ഇത് കോരി ഒഴിച്ച് അതിനകത്തോട്ട് വെക്കണം. ഇപ്പൊ തിളക്കും, അത് തിളക്കാറായതാണ്. മാവ് രാവിലെ തേങ്ങായും പഞ്ചസാരയും 2 ഏലക്കായും എല്ലാം കൂടെ ഇട്ട് റെഡിയാക്കി വെച്ചതാ. തിളയ്ക്കാൻ തുടങ്ങുന്ന വെച്ച കേട്ടില്ലേ? ഇതിനകത്തോട്ട് നമുക്ക് കോരി ഒഴിക്കാം. വിചാരിക്കും നീ പൊങ്ങി വരുമ്പോഴത്തേനെ ഈ പാത്രം നിറയും. അടച്ചു വെക്കട്ടെ, ഇനി ഇന്ന് വേകട്ടെ. എന്തോന്ന് നോക്കാം. എന്തോന്ന് തോന്നുന്നു, നല്ല പൊങ്ങി വന്നിട്ടില്ലേ? വേണ്ട, വെന്തു. ഇതല്ലേ, ഞാനൊന്നും പറ്റിയില്ല. എത്ര നേരം. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ഇന്ന് ഉച്ചക്കത്തെ വട്ടയപ്പം? വട്ടയപ്പം സൂപ്പർ ആയിരുന്നു, നല്ല സ്പോഞ്ച് പോലെ അല്ലായിരുന്നോ? ഇതിപ്പം അങ്ങനെ നിന്ന് ടേസ്റ്റ് വീണ്ടും തിന്നാൻ വേണ്ടി വൈകിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടാക്കി, നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടി. പക്ഷെ തണുത്താലേ ഇത് സെറ്റ് ആകുള്ളേ. അതെ അതെ, പക്ഷെ എനിക്ക് ചൂട് ഇഷ്ടം. നിനക്ക് വേണ്ടിട്ടാ ചൂടോടെ ഉണ്ടാക്കി. ഇത് കണ്ടോ, നല്ല സ്പോഞ്ച് പോലെ. പിന്നെ കായെടുപ്പ് ഇന്ന് കൊണ്ട് തീർന്നു. രാവിലെ തൊട്ട് പെരും മഴയായിരുന്നു. മഴ നനഞ്ഞാണെങ്കിൽ ഇന്നും കൊണ്ട് തീർത്തു നമ്മുടെ കായെടുപ്പ്. എത്ര കിലോ ഉണ്ടായിരുന്നു ഇന്നത്തെ? എത്രയാ? 49 കിലോ. ടോട്ടൽ 100 ഉണ്ടോ? ടോട്ടല് 100 കിലോ. 100 കിലോ വന്നില്ലല്ലോ. 94 കിലോ വന്നതേ ഉള്ളൂ. അത് നമ്മൾ ആദ്യമായിട്ട് എടുത്തതല്ലേ, അപ്പൊ അത്രയൊക്കെ വരുവുള്ളൂ. ഓരോ കായൊക്കെ വെച്ചല്ലേ എടുക്കുള്ളൂ. അടുത്ത തവണ ആകുമ്പത്തേനും നല്ലപോലെ കായ ആകണം. പണിയെടുത്ത് നല്ലപോലെ കായ ആകണം. വട്ടയപ്പം കഴിച്ചോ, ചൂട് വട്ടയപ്പം. തണുത്ത് കഴിയുമ്പോഴേ മുറിച്ചാൽ ഇത് നല്ല സെറ്റായിട്ട് വരുവുള്ളൂ, ഷേപ്പ് വരുവുള്ളൂ. നിനക്ക് ചൂടോടെ വേണേ ചൂടോടെ കഴിച്ചോ, ബാക്കി അടച്ചു വെച്ചേക്കാം. പിന്നെ നമ്മുടെ ആദ്യം എടുത്ത കാ ഉണങ്ങി കിട്ടി കേട്ടോ. ഇത്രേ ഉള്ളോ? ഇല്ലല്ലോ, അതല്ല, ചാക്കിനകത്ത് ഇനി ബാക്കി ഇരിപ്പുണ്ട്. ഞാൻ ഇതിന്റെ മുറത്തിനകത്തോട്ട് എടുത്ത് വെച്ചാ കാണാനുള്ള ആഗ്രഹം കൊണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ ആദായം എടുത്തതല്ലേ. അതാ പറഞ്ഞു, നമ്മള് തന്നെ വന്ന് ഏലം കുഴിച്ചു വെച്ച് എടുത്ത് റെഡിയാക്കി ആദായത്തിനകത്തുനിന്ന് ആദ്യം കാണുന്ന ആദായത്തിനോടൊരു കൊതി തോന്നുകയല്ലേ. എല്ലാം വലിപ്പമുള്ള കായാണ്. കുഴപ്പമില്ല, നല്ല ചെറിയ കായകൾ വളരെ കുറവാണ്. ആദ്യത്തെ ശരത്തിലെ ആദ്യത്തെ കായൊക്കെ ആകുമ്പോഴത്തേന് നല്ല ബോൾട്ട് കായ, ചെടിയിലെ കായൊക്കെ നല്ല മുഴുത്ത കായ. ഇന്ന് ഇനിയിപ്പം എടുത്താൽ കൂടെ ഉണങ്ങാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിട്ടുമ്പോൾ അറിയാം മൊത്തം ആദ്യത്തെ എടുപ്പിന് എത്ര കിലോ കിട്ടിയെന്നുള്ളത്. അപ്പം നമ്മൾ അതിലേക്ക് ഉണ്ടായതൊന്ന് പറിച്ചെടുത്തൊന്നില്ലേ ഉള്ളൂ. ഇനിയിപ്പം പതുക്കെ റെഡിയായി വന്നോളൂ. പക്ഷെ ഏലത്തിന് വളവിടാറായില്ലേ? ചാണകപ്പൊടി ചാണകപ്പൊടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയായപ്പോ വീണ്ടും മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ തൂളി നിൽക്കുന്നു. ഇവരോടൊന്നും പറയാതെ ഞാൻ മുമ്പേ ഒരു പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവരെ സർപ്രൈസ് ആയിട്ട് എടുത്തു കൊടുക്കാം.
ക്യാരമൽ കോഫി പുഡിംഗ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എന്നാലും ഒരു കാപ്പിയുടെ ഒരു ചുവയായിരിക്കും, അതായിരിക്കും എനിക്കറിയത്തില്ല. കൊടുത്തു നോക്കാം. ഞാൻ മുമ്പേ എടുത്ത് അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ ഇളകി വരാനാക്കി എടുത്തിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അത് മുഴുവൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുഴുവൻ ഞാൻ പ്ലേറ്റിൽ നിന്ന് വിടിപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കൊടുത്തു നോക്കാം. നീ ഇതെന്നാന്നാ പറഞ്ഞേ? അത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഉണ്ടാക്കിയ സാധനം. ഇന്നാണ് നീ ഒരു പുഡിംഗ് ഉണ്ടാക്കി തന്നത്, അത് നല്ലതായിരുന്നു. ഇതിപ്പം ഇത് പുഡിംഗ് പോലൊന്നും ഇല്ല ഈ സാധനം. ഇത് എന്നാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ 2-3 ഇതൊക്കെ മറന്നുപോയി. അത് മിക്കവാറും ഇഷ്ടപ്പെടത്തില്ല, ഇത് കളയണം. ഞാൻ നോക്കട്ടെ നല്ലതാണോ. ഇച്ചിരി കുറുകാനുണ്ടല്ലോടാ. കുറുകാനല്ല, അത് അങ്ങനല്ല ഇരിക്കുന്നു. സ്പൂൺ താത്ത് വെച്ചു. അല്ല ഇത് മറ്റേ ആ മുട്ടായി ഇല്ലേ, ഈ കാപ്പിപ്പൊടിയുടെ ഒക്കെ ഇരിക്കുക ചുവയുള്ള അതുപോലെയാ. ഞാൻ നാളെ എനിക്ക് ഈ പുഡിങ് ഉണ്ടാക്കാൻ വശമില്ല. ഞാനിത് ഫസ്റ്റ് ഉണ്ടാക്കിയതാ. മറ്റേത് ഞാൻ എപ്പോഴും ഉണ്ടാക്കി തരുന്നോണ്ട് അത് ഒട്ടും നിങ്ങൾ കഴിച്ചു. ഇതിപ്പം ചോക്ലേറ്റ് ഇച്ചിരി മധുരം കൂടെ വേണമായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല ഇത് സംഭവം എന്നാന്ന് കഴിഞ്ഞാൽ കോഫി ചോക്ലേറ്റ് ഇതിന് സംഭവം. ചോക്ലേറ്റിന്റെ രുചിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ശക്കല മധുരം കൂടെ വേണമായിരുന്നു. കാപ്പിപ്പൊടിയുടെ ടേസ്റ്റ് ആണോ? സാധാരണ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊക്കോ പൊടിയും കൊണ്ടാ, ഇത് കാപ്പിപ്പൊടി ആയി പോയെന്നേ ഉള്ളൂ. എന്നാലും സംഭവം കൊള്ളാം. അവൻ്റെ ഇന്നോവേഷൻ കുറച്ചുകൂടെ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഇത് കുഴപ്പമൊന്നുമില്ല, രുചി വ്യത്യാസം ഇച്ചിരി മധുരം കൂടെ ഉണ്ടേ കൊള്ളാം. എങ്ങനെ സെറ്റ് ആവേണ്ട അറിയാവൂ. ഇനി ഞാൻ ഫ്രിഡ്ജ് വെക്കുന്നതിന് മറ്റേ എല്ലാം വേവിക്കും വെച്ച് അങ്ങനെ. പക്ഷെ ഇനി ഞാൻ മറന്നുപോയി. അതേനാണ് സാധനം പോയത്. നീ ഞങ്ങളെയാണോ പരീക്ഷിക്കുന്നത്? കുഞ്ഞേ, പുഡിങ് ചീറ്റിപ്പോയാലും കുഴപ്പമില്ല, നാളെ നമുക്ക് ഉണ്ടാക്കി ശരിയാക്കാം. തൽക്കാലം നമുക്ക് ഇന്നുള്ള കഞ്ഞിയൊക്കെ കുടിച്ച് വാ. നല്ല കപ്പയും മീൻകറി ഉണ്ടോ എന്ന് ചോദിച്ചു. നാളെ പോലെ പരീക്ഷണമില്ല കേട്ടോ. ഞാൻ പരീക്ഷിക്കാം, നിങ്ങൾ തിന്നണ്ട. അവനെ ആപ്പാടെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു താല്പര്യമുള്ളൂ. പ്രാവശ്യം തെറ്റ് പറ്റിയെന്നും പറഞ്ഞ് നമ്മൾ അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് നാളെ മുതൽ വീണ്ടും പരീക്ഷണം തുടങ്ങിക്കോ കേട്ടോ. നല്ല കപ്പയും മീൻകറിയൊക്കെ കഴിച്ചു. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ സാധനമേ നമ്മൾ ഇത്രയും വളങ്ങൾ, അതായത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുത്തല്ലേ. അപ്പോൾ ഇത് നമുക്ക് കടയിൽ, ഏതായാലും ഇത് കടയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് നമ്മൾ ഓൺലൈൻ മാത്രം കൊടുക്കുക, അതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് ആക്കിക്കൊണ്ട് വരിക. നമ്മൾ വേറെ മരുന്നൊന്നും മേടിച്ച് അധികം ഒഴിച്ചില്ലല്ലോ. ഇല്ല, നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ചില്ല. എല്ലാം ചാണകപ്പൊടി, ആട്ടുംകാട്ടവും അങ്ങനെയുള്ള സാധനങ്ങളല്ല നമ്മൾ മൊത്തം ഇട്ടത്. അതിന് കിട്ടുന്നാൽ മതി, പക്ഷെ നല്ല സാധനം. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ കുറച്ച് സ്ഥിരം കസ്റ്റമർമാരുണ്ട്, അപ്പോൾ അവർക്ക് നമുക്ക് കായ ഉണ്ടെന്ന് ഓർത്തോണ്ട ഓരോരുത്തർ കൂട്ടുകാരെല്ലാം കോരത്തോട്ടിൽ നിന്നൊക്കെ കായ ഉണ്ടോന്ന് പലരും വിളിച്ച് ചോദിച്ചു. ചേച്ചി വരുമ്പോ എനിക്ക് ഇച്ചിരി ഏലക്ക കൊണ്ടാവുന്നത്. അപ്പോൾ കുറച്ചല്ലേ ആകാൻ തുടങ്ങിയുള്ളൂ. അല്ല ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് എടുക്കാനില്ലല്ലോ, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഏലക്ക ആയില്ല, ആയി വരുന്നോളെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാം. എന്നാണേലും നമ്മുടെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് കേട്ടോ. നമുക്ക് ചാക്കിനകത്തോട്ട് ഇട്ട് വെച്ചേക്കാം. ചാക്കിലിട്ട് പ്ലാസ്റ്റിക്കിലും കൂടെ ഇട്ടിട്ട് പ്ലാസ്റ്റിക് എന്ത് ചെയ്യാതെ നന്നായിട്ട് കെട്ടി വെക്കണം കേട്ടോ, തണുപ്പിക്കാതെ വേണം ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ. അങ്ങനെ നല്ലപോലെ ചാക്കിലും ഇട്ട് പ്ലാസ്റ്റിക്കിനകത്തും കൂടെ ഇട്ടിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും.